നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കെയ്ലി ഹാമിൽട്ടൺ തിയറമാണ്. ഇതെന്ന് പറഞ്ഞാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റിയതാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്, പക്ഷേ എളുപ്പമാണ് ചെയ്യാനും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്കത് പഠിക്കാം. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 3 - 2 - 1 2 3 4 -2 0 5 യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ലാംഡ I മൈനസ് എ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ നമുക്ക് എ എന്താണെന്നറിയാം, I എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മെട്രിക്സ് നമ്മൾ പഠിച്ചതാണ്. അതായത് എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സിനെയാണ് I എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ Iയും എന്ത് തന്നെ ആയിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അതായത് 1 0 0 0 1 0 0 0 1. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് 1ഉം ബാക്കി എല്ലാ 0യും വരുന്നതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നത് I കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് I അറിയാം, എയും അറിയാതെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഇൻറ്റു I എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1 മൈനസ് എ എന്ന് പറയുന്നത് എന്താ? 3 - 2 - 1 2 3 4 -2 0 5. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും? ഈ ലാംഡ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഫസ്റ്റ് 1 അല്ലേ, 1 ഇൻറ്റു ലാംഡ ലാംഡ, 0 ഇൻറ്റു ലാംഡ 0 0 ഇൻറ്റു ലാംഡ 0. നെക്സ്റ്റ് നോക്കുന്നു, 0 ഇൻറ്റു ലാംഡ 0 1 ഇൻറ്റു ലാംഡ ലാംഡ 1 0 ഇൻറ്റു ലാംഡ 0. ഇവിടെ 0 ഇവിടെ 0. അപ്പോൾ 0 ഇൻറ്റു ലാംഡ 0 അല്ല, ഇവിടെ ഒരു 1 ആണ്. 1 ഇൻറ്റു ലാംഡ ലാംഡ. അപ്പോൾ അതായി മൈനസ് എന്താ എ അതേപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ എന്താണ് നമ്മുടെ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെ വരും? ഇവിടെ ലാംഡ, ഇവിടെ 3. ഇപ്പോൾ ഇടയ്ക്കുള്ള ചിഹ്നം മൈനസാണ്, ലാംഡ -3. ദെൻ ഇവിടെ 0, ഇവിടെ -2. 0 - -2 എന്ന് പറയുന്നത് 2 വരും. ഇത് 0 - -1 +1. ദെൻ 0 - 2 -2 ലാംഡ -3. അതേപോലെ ഇനി 0 - 4 -4. ദെൻ 0 - -2 2 0 - 0 0 ലാംഡ -5 അതേപോലെ തന്നെ എഴുതി =0. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഈ ഒരു എൻട്രി എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ലാംഡ -3. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലാംഡ -3യുടെ താഴോട്ടുള്ള റോയും കോളവും നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി നോക്കുക. അതായത് ലാംഡ -3, ഇത് ലാംഡ -5, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്ത് വരും? ലാംഡ -3 ഇൻറ്റു ലാംഡ -5. ദെൻ മൈനസ് ഇവിടെ -4 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ -4 ഇൻറ്റു 0 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത എൻട്രി എടുക്കുന്നു 2. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ലാംഡ -3 എടുത്തത്. ഇനി അടുത്ത 2 എടുക്കുമ്പോൾ നമ്മൾ അടുത്തത് മൈനസ് ചിഹ്നമാണ് കൊടുക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2 എടുത്തു. അപ്പം -2 അതിന് താഴെയുള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്യുന്നു. സോ ബാക്കി എന്താ വരിക? ഇതും പോകും. ബാലൻസ് വരുന്നത് ഈ -2 2 -4 ലാംഡ -5. അപ്പോൾ -2 ഇൻറ്റു ലാംഡ -5 -4 ഇൻറ്റു
2 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് 1. അപ്പോൾ ഇവിടെ എന്താ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ്. അപ്പോൾ ഇവിടെ λ-3 എടുത്തപ്പോൾ പ്ലസ് ആയിരുന്നു, ദെൻ മൈനസ് ആയി. അടുത്ത +1 ഇൻറ്റു എന്ത് വരും, ഈ 1ന് താഴോട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ആക്കും. ഇതും എലിമിനേറ്റ് ആക്കി ബാലൻസ് എന്താ വരിക, -2 λ-3 2 0 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും, -2 ഇൻറ്റു 0 0 -2 ഇൻറ്റു λ-3. ഇതിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്, 0 ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഡിറ്റർമിനൻ്റ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, +1 +2 പഠിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ത് വരും, ഇതിനെ നമ്മൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഇക്വേഷൻ ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റണം. അപ്പം എങ്ങനെ വരും, ഇവിടെ λ-3 തന്നെ വരും. ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരും, λ ഇൻറ്റു λ λ². ഇനി λ ഇൻറ്റു -5 -5 λ, -3 ഇൻറ്റു λ -3 λ, ദെൻ -3 ഇൻറ്റു -5 +15 എന്ന് വരും. -0 ആയതുകൊണ്ട് കൊടുക്കണ്ട. ദെൻ -2 ഇൻറ്റു ഇവിടെ എന്ത് വരും, -2 λ അകത്തേക്ക് കൊടുക്കുന്നു. -2 ഇൻറ്റു -5 +10 വരും. ദെൻ മൈനസ് ഇൻറ്റു എന്താണ്, ഇവിടെ -4 ഇൻറ്റു 2 -8 വരും. ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ടല്ലോ, അത് മൈനസും പ്ലസ് ആയി 8 ആയി പൊക്കോളും. +1 ഇൻറ്റു ഇവിടെ എന്ത് വരും, 0 -2 ഇൻറ്റു λ -2 λ പ്ലസ് -2 ഇൻറ്റു -3 +6 = 0 എന്ന് വരും. ഇനി നെക്സ്റ്റ് എന്ത് വരും, λ-3 ഇൻറ്റു λ² -5 λയും -3 λയും കൂടെ -8 λ +15 -2 ഇൻറ്റു -2 λ +18 10 + 8 18 +1 ഇൻറ്റു -2 λ +6 = 0 എന്ന് വരും. നെക്സ്റ്റ് എന്ത് വരും, ഇനി ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതായത് λ ഇൻറ്റു λ² λ³ വരും. λ ഇൻറ്റു -8 λ² വരും. ദെൻ പ്ലസ് λ ഇൻറ്റു 15 λ. ദെൻ -3 കൊണ്ട് ഓരോന്നിനെയും ചെയ്യുന്നു. -3 ഇൻറ്റു λ² -3 λ² -3 ഇൻറ്റു -8 λ പ്ലസ് 24 λ -3 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 45 വരും. -45 എന്ന് വരും, -45. ദെൻ ഈ -2നെ നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ -2 ഇൻറ്റു -2 +4 വരും. -18 ഇൻറ്റു 2 എന്താ വരിക, 36 വരും. ദെൻ ഇവിടെ 1 ഇൻറ്റു -2 -2 λ മൈനസ് പ്ലസ് 1 ഇൻറ്റു 6 വരും = 0 എന്ന് വരും. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ λ³ തന്നെ വരും. ദെൻ ഇവിടെ നോക്കിയേ, -8 λ² -3 λ². വേറെ എവിടെയെങ്കിലും λ² ഉണ്ടോ, ഇല്ല. അപ്പോൾ -8 -3 -11 λ² എന്ന് വരും. നെക്സ്റ്റ് നോക്കാം, ഇവിടെ 15 λ, ഇവിടെ 24 λ, ഇവിടെ -2 λ. ഓക്കെ ആണല്ലോ. വേറെ എവിടെയെങ്കിലും λ ഉണ്ടോ, ഇത് ഓൾസോ ഇവിടെയും കൂടെ വരുമല്ലോ. നോക്കിയേ, ഇവിടെ -2 ഇൻറ്റു -2 λ ആയത്, അപ്പോൾ ഇവിടെ 4 λ ആണ് വരിക. സോ ഇവിടെ ഒരു 4 λയും കൂടെ വരും. ഓക്കെ, അപ്പോൾ 24 + 15 39 + 4 എന്ന് പറയുന്നത് 39 + 4 43. 43ന്ന് -2 പോയാൽ 41 വരും. അപ്പം 41 λ + 41 λ. ദെൻ എന്താ വരിക, കോൺസ്റ്റൻറ്റുകൾ എണ്ണി നോക്കണം. ഇനി -45, ദെൻ -36 ആൻഡ് 6. അപ്പോൾ -36ഉം 6ഉം കൂടിയാണെങ്കിൽ -30 ആകും. -30 + 45 എന്ത് വരും, -75 = 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്തു, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ് ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ
കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ചില ക്വസ്റ്റ്യന് ചോദിക്കും. അതായത് കെയ്ലീസ് ഹാമിൽട്ടൺ തിയറം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് എന്തായിരുന്നു, ലാംഡ ക്യൂബ് മൈനസ് 11 ലാംഡ സ്ക്വയർ പ്ലസ് 41 ലാംഡ മൈനസ് 75 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇത് കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാംഡയുടെ സ്ഥാനത്ത് നമ്മുടെ എ ഇട്ട് കൊടുക്കണം. നമ്മുടെ മെട്രിക്സ് ആയ എ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, എ ക്യൂബ് മൈനസ് 11 ലാംഡ സ്ക്വയർ പ്ലസ് 41 ലാംഡ മൈനസ് 75 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, എയുടെ വാല്യൂ, ആ എയുടെ വാല്യൂ എവിടേക്ക് ഇട്ട് കൊടുക്കണം, ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ എന്തായി, കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ആകുന്നുണ്ടെന്നാണ് അർത്ഥം. അതായത് 0 കിട്ടിയ കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ആകുന്നുണ്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നാണ് മീനിങ് വരിക. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യണം, എ ക്യൂബ് കണ്ടുപിടിക്കണം ആദ്യം. ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാലോ എ ക്യൂബ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളത് നമ്മൾ കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു എ കാണുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെ വീണ്ടും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ക്യൂബ് ആകും. ആ വാല്യൂ ഇവിടേക്ക് കൊടുക്കുക. ദെൻ 11 എ സ്ക്വയർ ആണ്, ലാംഡയുടെ സ്ഥാനത്തിൽ എ അല്ലേ കൊടുക്കുക. അപ്പോൾ 11 ഇൻറ്റു എ സ്ക്വയർ നോക്കുക. എ സ്ക്വയർ ഓൾറെഡി നമ്മൾ എ ഇൻറ്റു എ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ സ്ക്വയർ. ആ വാല്യൂ ഇതിലേക്ക് കൊടുക്കുക. പിന്നെ എയും ഇട്ട് കൊടുക്കുക, -75 ചെയ്യുക. ഇട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ 0 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും, ഈ 75 എന്നുള്ളത് മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത്. 75 മീൻസ് എന്താണ്, 75 ഐ അല്ലേ, ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 75 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു മെട്രിക്സ് ഫോമിലാകുമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്യുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, കെയ്ലീസ് ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് മീനിങ് വരുന്നത്. അപ്പം അതും കൂടി ചെയ്ത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലല്ലേ, അപ്പം അതും കൂടി ചെയ്യുക. അപ്പം നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലത്തിന് ഈ എ ക്യൂബ് മൈനസ് 11 എ സ്ക്വയർ പ്ലസ് 41 എ മൈനസ് 75 ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. അതായത് 0 കിട്ടി, അതിൻ്റെ മീനിങ് എന്താ, നമ്മുടെ മെട്രിക്സ് എ സാറ്റിസ്ഫൈസ് കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്നാണ് മീനിങ് വരുന്നത്. അപ്പം നമ്മുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിൽ ലാംഡയ്ക്ക് എ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം, എയുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ്, കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോൾ കിട്ടിയ എ ക്യൂബ് മൈനസ് 11 എ സ്ക്വയർ പ്ലസ് 41 എ മൈനസ് 75 ഐ എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു എ ഇൻവേഴ്സ് കൊണ്ട് കണ്ടിന്യൂസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എ ക്യൂ പ്ലസ് മൈനസ് 11 എ സ്ക്വയർ പ്ലസ് 41 എ മൈനസ് 75 ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് എടുക്കുന്നു. അതിൽ നമ്മൾ കണ്ടിന്യൂസ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, എ ഇൻവേഴ്സ് എ ക്യൂബ് മൈനസ് 11 എ ഇൻവേഴ്സ് എ സ്ക്വയർ പ്ലസ് 41 എ ഇൻവേഴ്സ് എ മൈനസ് 75 എ ഇൻവേഴ്സ് ഐ ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഇൻവേഴ്സ് വരുമ്പോൾ 0 തന്നെ വരും. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് എന്ത് വരും, എ സ്ക്വയർ വരും അല്ലേ, അത് റേസ് പവർ അല്ലേ. അപ്പം 3 + -1 2 വരും. -11 എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ എന്ത് വരും, എ വരും. പ്ലസ് 41 എ ഇൻവേഴ്സ് ഇൻറ്റു എ 1 ആണ് വരിക, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് വരിക. -75 എ ഇൻവേഴ്സ് ഇൻറ്റു ഐ, എ ഇൻവേഴ്സ് തന്നെ, ഈ ഒരു മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു മെട്രിക്സ് തന്നെ ആയിരിക്കും വരിക, = 0 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ എ ഇൻവേഴ്സിൻ്റെ ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും, എ സ്ക്വയർ മൈനസ് 11 എ പ്ലസ് 41 ഐ ഇസ് ഈക്വൽ ടു 75 എ ഇൻവേഴ്സ് എന്ന് വരും. നമുക്ക് ഈ
എ ഇൻവേഴ്സിനെ മാത്രം അവിടെ നിർത്താം. അപ്പോൾ എന്ത് വരും? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് അവിടെ നിർത്തി. ബാലൻസ് ഈ 75 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/75 ഇൻറ്റു എന്ത് വരും? എ സ്ക്വയർ മൈനസ് 11a പ്ലസ് 41i എന്ന് വരും. അപ്പോൾ നമുക്കിനി എ ഇൻവേഴ്സ് കാണാനായിട്ട് എന്ത് ചെയ്യണം? 1/75 ഇൻറ്റു എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ എന്താണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 3 - 2 - 1, അതേപോലെ 2 3 4 -2 0 5 ഇതാണ് എ. അപ്പോൾ എ ഇൻറ്റു എ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ എ സ്ക്വയർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുന്നത്? 3 ഇൻറ്റു -2 -1 2 3 4 -2 0 5 ഇൻറ്റു 3 -2 -1 2 3 4 -2 0 5 രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് 3 ഇൻറ്റു 3 പ്ലസ് -2 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു -2 എന്ന് വരും. അത് എത്ര കിട്ടും? 7 വരും. ദെൻ 3 ഇൻറ്റു -2 പ്ലസ് -2 ഇൻറ്റു 3 പ്ലസ് -1 ഇൻറ്റു 0 എന്ന് പറയുന്നത് -12 കിട്ടും. അങ്ങനെ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 - 2 -16 ദെൻ 4 5 30 ദെൻ -16 4 27 ഇതാണ് എ സ്ക്വയർ കിട്ടുക. അത് നമ്മൾ എവിടേക്ക് ഇട്ട് കൊടുക്കുന്നു? ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1/75 ഇൻറ്റു എ സ്ക്വയർ 7 -12 -16 4 5 30 ദെൻ -16 4 27 -11 ഇൻറ്റു എ വരും. എ എന്ന് പറയുന്നത് നമുക്കറിയാം 3 -2 -1 2 3 4 -2 0 5 ഇതാണ് 11a പ്ലസ് 41 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ 100 0 1 0 0 0 1 എന്ന് വരും. അതെന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/75 ഇൻറ്റു 7 -12 -16 4 5 30 -16 4 27 മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 ഇൻറ്റു 3 33 -22 -11 ദെൻ 22 33 44 ദെൻ -22 0 55 എന്ന് വരും. ദെൻ പ്ലസ് 41 ഇൻറ്റു ആ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുമ്പോൾ 41 0 0 0 41 0 0 0 41 എന്ന് വരും. ഇനി ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/75 ഇൻറ്റു നോക്കിയേ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 7 - 33 പ്ലസ് 41 7 - 33 പ്ലസ് 41 എന്ന് പറഞ്ഞാൽ 41ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 48 - 33 എന്ന് വരും. എത്ര വരും? 15 അല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ 15 വരും. -12 -22 അപ്പോൾ +22 വരും. -12 + 22 എന്ന് വരും. അതെന്ത് വരും? 10 വരും അല്ലേ. അപ്പോൾ ഇവിടെ 10 വരും. ദെൻ -16 -11 + 0 എന്ന് പറയുന്നത് എന്ത് കിട്ടും? -5 കിട്ടും. ദെൻ 4 -22 + 0 എന്ത് വരും? -18 വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ അടുത്ത 13 അടുത്ത -14 ദെൻ 6 ദെൻ 4 13 എന്ന് വരും. അതായത് 1/75 ഇൻറ്റു മെട്രിക്സ് 15 10 -5 -18 13 -14 6 4 13 ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ച് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻവേഴ്സ് ചോദിക്കും, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവ് ചെയ്തിട്ട് ഇൻവേഴ്സ് കാണാനും ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡാ i - a ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷന് ലാംഡ = a കൊടുക്കുക. എന്നിട്ട് ആ എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടിയ ഇക്വേഷനിലേക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവ് ആയിട്ടുണ്ട്. ഇൻവേഴ്സ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻവേഴ്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ലാംഡ = a എന്ന് കൊടുത്ത് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ നമ്മൾ എന്താണ് എ ഇൻവേഴ്സ് കൊണ്ട് കണ്ടിന്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് എ ഇൻവേഴ്സ് = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും.
അതിലേക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി.